ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെള്ളിയാഴ്ച നിഫ്റ്റിയിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷറാണ് നമ്മൾ കണ്ടത്. നമ്മളുടെ അനലൈസിന് ഒരുപാട് താഴെയായിരുന്നു ഓപ്പണിംഗ് വന്നത്. നമ്മൾ വീഡിയോയിൽ പറയാതിരുന്ന 14,777 എന്നൊരു മാർക്കിംഗ് ഉണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ മാർക്ക് ചെയ്തിരുന്നു, പക്ഷേ വീഡിയോയിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇതിന് 4-5 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നിഫ്റ്റിക്ക് അറൗണ്ട് 14,475 ലെവലിൽ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത്. കൃത്യമായി ആ സപ്പോർട്ട് സോണിൽ ടച്ച് ചെയ്ത് ചെറുതായിട്ടൊന്ന് ബൗൺസ് ബാക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലാണ്. നോക്കുക, നല്ല രീതിയിലുള്ള ബെയറിഷ്നെസ്സാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നിഫ്റ്റി മിക്കവാറും ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയേക്കും. സെല്ലിംഗ് പ്രഷർ നല്ല രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ വീണ്ടും താഴേക്ക് പോകാനാണ് ചാൻസ്. നിഫ്റ്റി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ നല്ല രീതിയിൽ മുകളിലേക്ക് കയറിക്കൊണ്ടുവരികയാണ്. സ്വാഭാവികമായിട്ടും ചെറിയ ചില റിട്രേസ്മെന്റുകൾ നടന്നെങ്കിലും നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ ഇതുവരെ നടന്നിട്ടില്ല. 11,000 തുടങ്ങിയുള്ള ഈ റാലി ചെറിയ രീതിയിലെങ്കിലും ഒരു കറക്ഷൻ ഹെൽത്തി ആയിട്ടുള്ള മുന്നോട്ടുള്ള മൂവ്മെന്റിന് വളരെ ഗുണകരവുമാണ്. അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നടക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഏതായാലും നിഫ്റ്റിയുടെ 13,620 സോണിലുള്ള ഈ സപ്പോർട്ട് കട്ട് ചെയ്ത് താഴേക്ക് വരുന്ന ഒരു അവസരം ഉണ്ടായാൽ അത്തരത്തിലുള്ള ഒരു കറക്ഷൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വെള്ളിയാഴ്ച നമ്മൾ ട്രേഡ് അനാലിസിസിൽ പറയാതിരുന്ന രീതിയിലുള്ള നല്ലൊരു ഗ്യാപ് ഡൗൺ ആണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. കൃത്യമായിട്ടും നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിലും ഞാൻ വരച്ചു വെച്ച 14,777 എന്ന ഈ സോണിൽ നിന്ന് ആദ്യത്തെ ക്യാൻഡിലിൽ തന്നെ നല്ലൊരു റിജക്ഷൻ മുകളിലേക്കുണ്ടായിരുന്നു. അതിനുശേഷം ചെറിയൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ് വീണ്ടും സെല്ലിംഗ് തുടങ്ങി. ഇവിടെ എൻ്റെ വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈൻ കട്ട് ചെയ്ത് താഴേക്ക് പോകുന്ന സമയത്ത് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ അനലൈസിസ് വീഡിയോയിൽ അതിനെക്കുറിച്ച് യാതൊരുവിധ മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ചെയ്ത വീഡിയോ പ്രകാരം ട്രേഡൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കണക്കാക്കുന്നത്. എന്തായാലും എൻ്റെ വീഡിയോ നിരന്തരം ശ്രദ്ധാപൂർവം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് അവസരം തീർത്തും ഇല്ല എന്ന് പറയാൻ സാധ്യവുമല്ല. നിഫ്റ്റിക്ക് 13,594, 870, 14,333 ലെവലുകൾ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടായിട്ടും 14,701, 917 ലെവലുകൾ നല്ല രീതിയിൽ റെസിസ്റ്റൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് 15,080 ലെവലുകൾ, ഈ ലെവലുകളും നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. നിഫ്റ്റിയിൽ ഏത് ദിശയിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ചാൻസ് നമുക്ക് കിട്ടാം. കാരണം ഇന്ത്യ വിക്സ് ഓൾറെഡി 28.14 എന്ന ഭീമമായ രീതിയിൽ വർധനവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈഡ് റേഞ്ച് മൂവ്മെന്റ് നിഫ്റ്റിയിൽ സാധ്യവുമാണ്. എന്തായാലും സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ 14,470-നും 14,700-നും ഇടയിൽ ഒരു കൺസോൾട്ടേഷൻ മൂവ്മെന്റ് നടത്തുന്നതിനും അതിനെ തുടർന്ന് അതിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തുന്നതിനും നിഫ്റ്റിക്ക് സാധ്യമാണ്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു റിട്രേസ്മെന്റിന് ശേഷം താഴേക്ക് മൂവ്മെന്റ് തുടങ്ങുമ്പോൾ നോക്കുക, റിട്രേസ്മെന്റ് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ സാധ്യമാക്കുന്നതാണ്. ഇത്രയധികം ക്യാൻഡിലുകൾ ഇല്ലെങ്കിൽ കൂടി 1-2 ക്യാൻഡിലുകളിൽ ഒരു സ്റ്റോപ്പ് അവിടെ വരുന്നതാണ്. അത് നമുക്കുള്ളൊരു ഇൻഡിക്കേഷൻ ആണ്. അതിൽ നിന്ന് താഴേക്ക് ഒരു മൂവ്മെന്റ് വരുമ്പോൾ നമുക്കൊരു പുട്ട് ഓപ്ഷൻ അവിടെ ബൈ ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് 14,333 ആണെങ്കിലും ഇതും ബ്രീച്ചായി കിട്ടിയാൽ താഴേക്ക് 13,870 ഫൈനൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് അത് നടത്തിയേക്കാം. 14,200 ലെവലുകളിൽ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. ഒരുപക്ഷെ ആ മൂവ്മെന്റ് ആ ഏരിയയിൽ എവിടെയെങ്കിലും അവസാനിച്ചേക്കാമെങ്കിലും അടുത്ത ദിവസം അത് തുടരാനും 13,870 അങ്ങനെ അതിന് താഴേക്കെല്ലാം മൂവ്മെന്റ് നടത്തുന്നതിനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പോഴുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈയിങ് കൂടുതൽ ഫേവർ ആയിട്ട് തീരുന്നതാണ്. നിഫ്റ്റിയിൽ ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ ശ്രദ്ധിക്കുക. 1-2 ക്യാൻഡിലെങ്കിലും ഒരു കൺസോൾട്ടേഷന് ശ്രമിച്ചേക്കാം. അതിനെ തുടർന്ന് ആ ഏരിയ വിട്ടിട്ട് നിഫ്റ്റി താഴേക്കൊരു മൂവ്മെന്റ് നടത്തുമ്പോൾ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. 14,200-100 ലെവലുകൾ നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെങ്കിലും ആ നീക്കം 13,870 വരെ എത്തുന്ന രീതിയിൽ മൂവ്മെന്റ് ചെയ്തേക്കാം. ഇവിടെ വോളറ്റാലിറ്റി വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് താഴേക്കുള്ള ടാർഗറ്റും അത്ര വലുതായിട്ട് തന്നെ കാണേണ്ടതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അനാലിസിസ് ചെയ്ത എല്ലാ ലെവലുകളും വിട്ട് താഴേക്കാണ്. അത് ഏകദേശം 750 പോയിന്റിന് മീതെ ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയത് തന്നെ. നമ്മളുടെ അനാലിസിസ് പ്രകാരം ഒരു ട്രേഡ് എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുള്ള നീക്കമായിരുന്നു അത്. ഇത്തരം ഒരു നീക്കം ഇനിയും നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് ട്രേഡിൽ ഇടപെടണം എന്ന് ആലോചിക്കാം. ഏതൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഒരു റിട്രേസ്മെന്റ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായിരിക്കും.
ഇവിടെ നോക്കൂ, നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷറാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായത്. ഈ ക്യാൻഡിലുകൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ ഒരു നല്ല റെഡ് ക്യാൻഡിലിന് ശേഷം പിന്നീട് വന്ന ക്യാൻഡിലുകൾ വൊളറ്റാലിറ്റി കുറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ക്യാൻഡിൽ തൊട്ടടുത്തതിൻ്റെ ലോ കട്ട് ചെയ്തിട്ടുമില്ല. എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ ഉണ്ടാകും എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. നിരവധി പാറ്റേണുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റേഞ്ച് ബ്രീച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇവിടെ നമ്മൾ ക്യാച്ച് ചെയ്യേണ്ടത്. ഇത് നോക്കുക, ഈ റേഞ്ച് ബ്രീച്ച് ചെയ്ത് അടുത്ത നല്ലൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടായി. സ്വാഭാവികമായിട്ടും നമുക്ക് ഡയറക്ഷൻ ബെയറിഷ് ആണെന്നറിയാം. ഈ ക്യാൻഡിലിൽ നമുക്ക് ഒരു ട്രേഡ് എടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ചില സമയങ്ങളിൽ ഒരു ഫോൾസ് ആയിട്ടുള്ള ബ്രേക്ക്ഔട്ട് വരാം. അതിനെ തുടർന്ന് മറ്റൊരു ഡയറക്ഷനിലേക്കും ട്രേഡ് സംഭവിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഓൾറെഡി നമുക്കറിയാം നല്ലൊരു ബെയറിഷ്നെസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബെയറിഷ് ട്രേഡിന് ആയിരിക്കും കൂടുതലായിട്ട് മുൻതൂക്കം കൊടുക്കുക. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഡിഫൈൻ ചെയ്യാത്ത രീതിയിലുള്ള ഒരു ട്രേഡ് നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഇനിയും ഭാവിയിൽ സംഭവിച്ചേക്കാം. അത്തരത്തിലുള്ള ഒരു ഹ്യൂജ് വൊളറ്റാലിറ്റിയോട് കൂടിയുള്ള ട്രേഡ് വന്നു കഴിഞ്ഞാൽ ആ സമയം അതിനെ തുടർന്ന് രൂപപ്പെടുന്ന പാറ്റേണുകൾ ശ്രദ്ധിക്കുക, അതിനെ തുടർന്ന് വരുന്ന ബ്രേക്കൗട്ടുകൾ ശ്രദ്ധിക്കുക. ആ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഡയറക്ഷനിലേക്കാണ് ബ്രേക്കൗട്ട് എങ്കിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. ട്രെൻഡ് മനസ്സിലാക്കുന്നതിനായി മൂവിങ് ആവറേജ് പോലെയുള്ള ഒരു ഇൻഡിക്കേറ്ററും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 20 മൂവിങ് ആവറേജും 9 മൂവിങ് ആവറേജുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപയോഗിച്ചും നിങ്ങൾക്ക് ട്രെൻഡ് മനസ്സിലാക്കാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 33,589, 34,276 ലെവലുകൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടായിട്ടും 35,233, 35,810 ലെവലുകൾ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിങ്ങിന് ശേഷം കൺസൾട്ടേഷൻ കഴിഞ്ഞ് താഴേക്കുള്ള ഒരു മൂവ്മെൻറ്റിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനായി കിട്ടുന്ന ഒരവസരമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ട്രേഡായി തീരാൻ ചാൻസ് ഉള്ളത്. ഗ്യാപ് ഡൗൺ ഓപ്പൺ ആണെങ്കിലും 34,276 ബ്രീച്ചായി താഴേക്ക് പോകുന്ന ഒരവസരം, അല്ലെങ്കിൽ ഗ്യാപ് ഡൗണിനെ തുടർന്ന് ഒരു റിട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആ റിട്രേസ്മെൻറ്റിൽ ഒരു കൺസൾട്ടേഷൻ കാണിച്ചേക്കാം. ആ റേഞ്ച് വിട്ട് താഴേക്ക് പോകുന്ന ഒരു അവസരം. ഈ രണ്ടവസരങ്ങളിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 34,276 ആണെങ്കിലും അത് ബ്രീച്ച് ആവാനും 33,589 നേരേക്ക് ഒരു മൂവ്മെൻറ്റ് നടത്തുന്നതിനും സാധ്യതയുണ്ട്. നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡ് ഇതിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ കറണ്ട് ഡാറ്റ പ്രകാരം 35,233 നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ബാങ്ക് നിഫ്റ്റിയിൽ വന്നാൽ ഈ റേഞ്ച് ബ്രീച്ചായി മുകളിലേക്ക് ട്രേഡ് സസ്റ്റെയിൻ ആകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അങ്ങനെ ഒരു സെനാരിയോയിൽ മാത്രം നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് 35,810 അടുത്തേക്കെങ്കിലും കുറഞ്ഞ രീതിയിൽ മൂവ്മെൻറ്റ് എത്തിക്കുന്നതാണ്. അതല്ല, അങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്ന് 35,233 എന്ന ഈ റേഞ്ചിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അറൗണ്ടായിട്ട് ഒരു ട്രേഡ് കൺസോളിഡേറ്റ് ചെയ്യുകയും അവിടെ നിന്ന് താഴേക്കൊരു മൂവ്മെൻറ്റ് നടത്തുകയും ചെയ്താൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണാവസരമായിരിക്കും. ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഇവിടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 34,850 റേഞ്ചുകൾക്ക് അടുത്താണെങ്കിലും അത് ബ്രീച്ച് ആവാനും 34,276 ഒരു മൂവ്മെൻറ്റ് കറണ്ട് വൊളറ്റാലിറ്റി പ്രകാരം നടത്തുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. നല്ലൊരു ട്രേഡായി തീരാവുന്ന ഒരു ട്രേഡ് തന്നെയായിരിക്കും ഇത്. ബാങ്ക് നിഫ്റ്റിയിൽ മൺഡേ ഒരു വൊളറ്റാലിറ്റി കുറഞ്ഞ മൂവ്മെന്റ് ആണ് നടത്തുന്നതെങ്കിൽ 34,690, 35,233 ഈ റേഞ്ചുകൾക്കിടയിൽ ബാങ്ക് നിഫ്റ്റി കൺസോളിഡേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പോസിബിലിറ്റിയും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. അത്തരം ഒരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം മാത്രം ട്രേഡിംഗ് തിരഞ്ഞെടുക്കുക. ഇതായിരിക്കും നമുക്ക് കിട്ടാവുന്ന നല്ല രണ്ട് റേഞ്ചുകൾ. 34,680-90 ഡൗൺ സൈഡും 35,233 മുകൾ സൈഡിലേക്കുമുള്ള ഒരു റേഞ്ച് ആയിരിക്കും. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ റെഫർ ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. താങ്ക്